ഐക്യത്തോടെ സന്തോഷത്തോടെ ദൈവസേനയിലായിരിക്കാൻ ദൈവം സഹായിച്ചവിടുത്തെ വലിയതേക്ക് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. വേൾഡ് ക്രിസ്ത്യൻ പ്രേരണയിൽ കടന്നു വന്നിട്ടുള്ള എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നല്ലൊരു ദിവസത്തിനായിട്ട് സ്തോത്രം ചെയ്ത് ഇപ്പോൾ സമയമുണ്ട് 9 മണി കഴിഞ്ഞ് 5 മിനിറ്റായി ഇവിടെ. ഞാൻ പതിവായിട്ട് ബൈബിള് വായിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഇവിടെയൊക്കെ വളരെ കാലങ്ങളായിട്ട് അങ്ങനെയില്ല. പല പ്രാവശ്യവും ബൈബിള് കംപ്ലീറ്റ് ആയിട്ട് മുഴുവനായിട്ട് വായിച്ചിട്ടുണ്ട്. ഏത് ഭാഗത്തെ എൻ്റെ സംഭവങ്ങളെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എന്നാൽ ഈ സമയത്ത് എനിക്കൊരു ഒരു എന്തുകൊണ്ട് ഞാനത് നിർത്തിക്കളഞ്ഞു അല്ലേ? ബൈബിള് കണ്ടിന്യൂ ആയിട്ട് വായിക്കുന്നത് എന്തുകൊണ്ട് നിർത്തിക്കളഞ്ഞു? ഞാൻ കണ്ടിന്യൂ ആയിട്ട് വായിക്കുക ഞാനിങ്ങ് തീരുമാനിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാൻ മലയാളം ബൈബിള് വിട്ടിട്ട് ഇംഗ്ലീഷ് ബൈബിളിൽ മുഴുവൻ വായിക്കണമെന്ന് എനിക്കൊരു ആകാംക്ഷ തോന്നി. ഒരു ഇംഗ്ലീഷ് ബൈബിൾ സാധാരണ ഞാൻ റെഫറൻസ് എടുക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പഠിക്കാനൊക്കെ ഇങ്ങനെ വേർഡ്സ് എന്ന് നോക്കുന്നത്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിന്റെ 28-29 വാക്യങ്ങള് എന്നെ വളരെ അവിടെ എനിക്കൊരു പ്രത്യേകത തോന്നി. ആ വാക്യം 2 വാക്യം വായിച്ചപ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. And the Lamech lived 182 വയസ്സായപ്പോൾ അവൻ ഒരു മകനെ ജനിപ്പിച്ചു. യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു. ആ ഒരു വാക്യം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏതോ ഒരു പ്രത്യേകത എനിക്ക് ആ വാക്യത്തിനോട് തോന്നി. ഞാനത് കുറച്ച് ദിവസങ്ങളായി കേട്ടോ. അങ്ങനെ ഇപ്പൊ കണ്ടിന്യൂ ആയിട്ട് വായിക്കുന്നത് എന്നും അങ്ങനെ ചിലപ്പോൾ അത് വായിക്കാൻ പറ്റിയില്ലെന്നിരിക്കും. 2-3 ദിവസം കഴിഞ്ഞ് അടുത്ത വാക്യങ്ങൾ വായിക്കത്തുള്ളൂ, വായിക്കത്തുള്ളൂ. എങ്കിലും ആ വായിച്ചെടുത്ത് ഞാനൊരു അടയാളം അങ്ങനെ വായിച്ചുകൊണ്ട് പോകാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. അതുകൊണ്ട് ഞാനത് ഇടക്കാലത്ത് നിർത്തിക്കളഞ്ഞ പിന്നെയും ഞാനത് തുടങ്ങിയിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യഹോവ ശപിക്കപ്പെട്ട ഭൂമിയില് നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു. നമ്മുടെ നോഹയെക്കുറിച്ച് ഒരു വലിയൊരു വെള്ളപ്പൊക്കത്തെ കുറിച്ചുള്ള കഥയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അല്ലാതെ അങ്ങനെ വലിയ അറിവൊന്നും നമ്മൾ പള്ളിക്കൂടത്തിലല്ല, സ്കൂളിലെ സൺഡേ സ്കൂളിലോ അല്ലെങ്കിൽ വലിയ പ്രസംഗത്തിലോ ഒന്നും ആരും അങ്ങനെ പ്രസംഗിച്ച് കേട്ടിട്ടില്ല അല്ലേ? ഒരു വെള്ളപ്പൊക്കവും പിന്നെ അതിനോട് ചേർന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രസംഗിച്ച് പോവുകയുള്ളു. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തില് അതിലുപരിയായിട്ട് ചില കാര്യങ്ങൾ നോഹയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാനപ്പോൾ അതെങ്ങനെ റെഫർ ചെയ്യാമെന്ന് നോക്കി. ബൈബിളിൽ എവിടെ എല്ലാം നോഹയുടെ കാര്യങ്ങളെ കുറിച്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കൊരു ആകാംക്ഷ തോന്നി, ഒരു ഇത് തോന്നി. ഞാൻ വായിക്കുന്ന അവിടെ നിർത്തിയിട്ട് അങ്ങോട്ട് പോയി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി റെഫറൻസ് ഉണ്ട്, പ്രത്യേകം വായിക്കാം. നമുക്ക് റെഫറൻസ് വായിക്കാൻ നമ്മുടെ സഹോദരി ഇവിടെ ഉണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. അല്ലാത്തവർക്കും വായിക്കുന്നതിന് അവകാശമുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ തിരുവെഴുത്തില് പ്രവാചക പുസ്തകത്തിലും കർത്താവായ യേശു ക്രിസ്തുവും അപ്പോസ്തലന്മാരും ഒരുപോലെ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന നോഹ. അപ്പോൾ അതിന് വളരെ പ്രാധാന്യമുണ്ട് അല്ലേ? നോഹയെ കുറിച്ച് എല്ലാവരും അറിയുന്ന വെള്ളപ്പൊക്കത്തെ കുറിച്ചുള്ള കഥയാണെങ്കിലും അതിലുപരിയായിട്ട് പ്രവാചകന്മാരും കർത്താവായ യേശു ക്രിസ്തുവും അപ്പോസ്തലന്മാരും നോഹയെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ തിരുവെഴുത്തില് പത്രോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത് 2 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് നീതി പ്രസംഗിയായ നോഹ എന്നാണ്. നോഹയെ കുറിച്ച് എഴുതിയിരിക്കുന്നത് നീതി പ്രസംഗിയായ നോഹ. 2 പത്രോസ്. ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതി പ്രസംഗിയായ നോഹയെ 7 പേരോടുകൂടെ പാലിക്കുകയും. അടുത്ത വാക്യം. സോദോം ഗോമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ച് മേലാൽ ഭക്തിയിട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെക്കുകയും. വിശുദ്ധ തിരുവെഴുത്ത് ചില സമയത്ത് ഈ നോഹയും പിന്നെ ഈ ലോത്തിനെയും കൂടെ ചേർത്ത് പറയാറുണ്ട്. അപ്പൊ എനിക്ക് ഒരു പ്രത്യേക കാര്യം, അതെന്താണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? വളരെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന നോഹ വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞ് പുതിയൊരു ജനറേഷൻ ഒരു തലമുറ വന്നുണ്ടായ ലോത്ത്, ഇവരെ തമ്മിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഈ സാമ്യപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് തോന്നി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സോദോമിലും ഗോമോറയിലും നടന്നത് എന്താണെന്നുള്ളത് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 16 മുതൽ
19 അധ്യായം പിന്നെ 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതിനുള്ള വായിപ്പിക്കാനോ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് സമയമില്ല. നമ്മൾ ഇതെല്ലാവരും ഇതിനകത്ത് തിരുവഴുത്ത് അറിയാവുന്നവരായതുകൊണ്ട് അത് വായിച്ച് മനസ്സിലാക്കുക. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ തിരുവഴുത്ത് വായിച്ചാല് നോഹയുടെ കാലവും ലോത്തിന്റെ കാലവും ഇന്നത്തെ കാലവും ഒരുപോലെയാണെന്ന് നമുക്ക് കാണാൻ കഴിയും. നോഹയുടെ കാലവും ലോത്തിന്റെ കാലവും ഇപ്പോഴത്തെ കാലവും ഒരുപോലെയാണെന്നുള്ളത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. ഇപ്പോഴത്തെ കാലത്തെ കുറിച്ച് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല ഇങ്ങനെ അല്ലെ, ഇപ്പോഴത്തെ രാജ്യത്തിന്റെ പേര് ഇല്ല എങ്കിലും അതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്ന ഉടനെ ഏതാണ്ട് എന്നല്ല മിക്കവാറും എല്ലാം അതുപോലെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത് അല്ലെ. നോഹയുടെ കാലത്തെ എന്താണെന്നും അല്ലെ, മനുഷ്യൻ ഭൂമിയിൽ, അതിന്റെ 6-ാം അധ്യായം 1-ാമത്തെ വാക്യം, മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി അവർക്ക് പുത്രന്മാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാര് മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളത് കണ്ട് തങ്ങൾക്ക് ബോധിച്ചവരെ ഭാര്യമായിട്ട് എടുത്തു. അപ്പൊ അവിടെ ദൈവത്തിന്റെ പുത്രന്മാരും മനുഷ്യന്റെ പുത്രന്മാരും ഉണ്ടായിരുന്നു. പലർക്കും അങ്ങനെ ഒരു സംശയം തോന്നുന്ന ഒരു കാര്യമുണ്ട്. ദൈവം ആദ്യത്തെ സൃഷ്ടിച്ചതിന് മുൻപ് ദൈവത്തിന്റെ പുത്രന്മാരുണ്ടായിരുന്നോ? അതെനിക്കൊരു സംശയമുള്ള ഒരു കാര്യമായിരുന്നു. ഞാനും അതേക്കുറിച്ച് ചിന്തിപ്പോ ദൈവത്തിന്റെ പുത്രന്മാരും മനുഷ്യന്റെ പുത്രന്മാരും ആദം ദൈവത്തിന്റെ മനുഷ്യന്റെ പുത്രൻ, ആദം മനുഷ്യനല്ലായിരുന്നു. അപ്പോൾ തിരുവചനം പറയുന്നത് നമ്മളത് വായിച്ച് നമുക്ക് പ്രത്യേകം മനുഷ്യന്റെ പുത്രിമാർ എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 16-ാം വാക്യം കയീന്റെ അല്ലെങ്കിൽ പുത്രന്മാരാണ്. യഹോവയുടെ, അതായത് യഹോവയുടെ അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ അല്ലെ, ദൈവത്തിന് സ്തോത്രം. അവര് ദൈവത്തിന്റെ പുത്രന്മാർ. നമ്മൾ വായിക്കുന്ന സമയത്ത് കയീന് യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. പ്രത്യേകം നമ്മൾ വായിക്കുന്ന സമയത്ത് ആദമിന്റെ ചരിത്രമല്ല, ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് 1000 വർഷം വരെയോളം ആയുസ് ഉണ്ടായിരുന്നറിയാമോ? 1000 വർഷം ഒരു ആയുസ് ഉണ്ടായിരുന്നപ്പോൾ അവര് ഏതാണ്ട് 10, 12, 15 തലമുറകളെ വരെ കാണാനുള്ള ഭാഗ്യം അവർക്കുണ്ടായിരുന്നു. നമ്മളെ പോലെ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇപ്പൊ ജനസംഖ്യ അത്രയും വർദ്ധിച്ചു വന്നു. അന്നപ്പോൾ ഒരു ഭാഗത്ത് ഉള്ള ആൾക്കാര് മാറി താമസിച്ചു. ദൈവവുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. അവരെയാണ് മനുഷ്യന്റെ പുത്രന്മാരെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാനുഷികമായിട്ടുള്ള ചിന്താഗതിയിലുള്ള ആൾക്കാർ. എന്നാൽ മറുഭാഗത്ത് ദൈവവുമായിട്ട് സഹവർത്തിച്ച് ദൈവസ്നേഹത്തിലും ദൈവഭയത്തിലും വലിക്കുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു. അവരെയാണ് ദൈവമക്കൾ എന്ന് പറയുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിലും തിരുവെഴുത്ത് പറയുന്നതാണ്, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നതല്ലേ. ദൈവത്തിന് സ്തോത്രം. നമ്മള് ദൈവമക്കളാണ്. എന്നാല് ഇല്ലേ, ഈ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാതെ വീണ്ടും ജനനം പ്രാപിക്കാത്ത ഒരു ദൈവമക്കളല്ല. മനസ്സിലായില്ല? ആ ഒരു വ്യത്യാസം അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്താണ് അവിടെ സംഭവിച്ചെന്നറിയാമോ? അവര് ദൈവത്തിന്റെ പുത്രന്മാർ വന്ന് മനുഷ്യന്റെ പുത്രിമാരെ വിവാഹം കഴിച്ചു. അപ്പൊ പ്രശ്നം തുടങ്ങിയത് എവിടാ? മനുഷ്യന്റെ പുത്രന്മാരെന്താണോ? ദൈവത്തിന്റെ പുത്രന്മാരിൽ. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഈ സമയത്ത് എം.എ. വർഗീസ് എന്ന് പറഞ്ഞ ഒരാളൊരു പ്രസംഗം എനിക്ക് കേൾക്കുന്നത്, അന്യഗ്രഹ ജീവികൾ ഇക്കാലത്തും കേട്ടായിരുന്നു ആരെങ്കിലും ഇത്? അന്യഗ്രഹ ജീവികൾ വന്ന് ഈ ലോകത്തിൽ വന്ന് ഇവിടുത്തെ പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നെന്നും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുന്നു എന്നൊക്കെയുള്ള ഒരു പ്രസംഗം കേട്ടു. എന്തൊരു വിട്ടിത്തരപ്പ ഇതൊക്കെ ചർച്ചകൾ ഇന്ന് വിളിച്ച് പറയുന്നത്. ഇത് കേൾക്കുന്നവരെ ഓർത്താണ് എനിക്ക് പ്രയാസം തോന്നിയല്ല, അയാളെ ഓർത്തല്ല. ദൈവത്തിന് സ്തോത്രം അല്ലേ. ഇങ്ങനെയുള്ള വിട്ടിത്തങ്ങളൊന്നും ചെന്ന് വീടായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അന്യഗ്രഹ ജീവികളൊന്നും വന്ന് ഇവിടെ ആരും അങ്ങനെ സന്താനങ്ങളെ സൃഷ്ടിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നേ. ദൈവത്തിന് സ്തോത്രം. ഇത് രണ്ടും കൂടെ രണ്ടായിട്ട് പോകേണ്ടതിന് പകരം രണ്ടും കൂടെ ഒന്നായിട്ട് പോയതാണ് വലിയ പ്രശ്നമായിട്ട് തീർന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അന്നിവിടെ സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഈ ശലോമോന് എന്താണ് സംഭവിച്ചത് നിങ്ങൾക്കറിയാമോ? ശലോമോന് അല്ലെ 1 രാജാക്കന്മാർ 11-ാം അധ്യായം 1-2 വാക്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു. എന്താണ് ശലോമോന് സംഭവിച്ചത്?
യാഗപീഠങ്ങളൊക്കെ അല്ല, ഭാര്യമാർക്ക് വേണ്ടി 1 രാജാക്കന്മാർ 11-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ശലോമോൻ രാജാവ് ഫറവോന്റെ മകളെ കൂടാതെ മോവാബ്യർ, അമോന്യർ, ഏദോമ്യർ, സീദോന്യർ, ഹിത്യർ എന്നിങ്ങനെ അന്യജാതിക്കാർത്തികളായ അനേക സ്ത്രീകളെയും സ്നേഹിച്ചു. അല്ലേ, ശലോമോൻ രാജാവ് അന്യജാതിക്കാരായിട്ടുള്ള, അത് ആരൊക്കെയാണ് എഴുതിയിരിക്കുന്നത്? അമോന്യര് അല്ലേ, ദൈവത്തിന് സ്തോത്രം. മോവാബ്യര്, അമോന്യര്, യഹോവയുടെ സന്നിധിയിൽ 10 തലമുറകൾ പോലും കടന്നു വരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ആവർത്തന പുസ്തകം 21-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന അമോന്യനും പിന്നെ ആര്, മോവാബിന്റെ 10 തലമുറകൾ പോലും യഹോവയുടെ സന്നിധിയിൽ പ്രവേശിക്കരുത്. ശലോമോൻ രാജാവ് അവരുമായിട്ടാണ് ബന്ധം കൂടിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഏദോമ്യര്, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏദോം എന്ന് പറയുന്നത് ആരെന്നല്ല, കിഴക്ക് ദേശത്തുള്ള ആൾക്കാര്, ചുവപ്പ് കാണുന്ന ആൾക്കാര് അല്ലേ. ഏദോമ്യര്, സീദോന്യര്, ഹിത്യര്, ഇവരൊക്കെയും വിഗ്രഹാരാധികളും യഹോവയായ ദൈവത്തിന് ആരാധിക്കാത്ത ആൾക്കാരുമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. പലപ്പോഴും ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ നമ്മൾ ചെന്ന് കടന്നു കൂടുന്നത് നമ്മൾ വിചാരിക്കും അല്ലേ, ഇക്കാലത്തും അങ്ങനല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇക്കാലത്തും അങ്ങനല്ലേ? നമ്മൾ ഒന്നിച്ചങ്ങ് ജീവിക്കാം. നീ നിന്റെ മതത്തിൽ വെക്കോ, ഞാൻ എൻ്റെ മതം, നമുക്ക് രണ്ടുപേർക്കും 2 മതം, ഭാരമില്ല, മാനുഷികമായിട്ട് നമുക്ക് ഒന്നിച്ചങ്ങ് ജീവിക്കുക. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അല്ലേ. അതിന്റെ 11-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അല്ലേ. ദാവീദിനെ പോലെ അനുസരിക്കാതെ ശലോമോൻ യഹോവയ്ക്ക് അനിഷ്ടമായിട്ട് ചെയ്തു അല്ലേ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ദൈവത്തിന്റെ വിഗ്രഹാരാധികളും അന്യാരാധികളുമായി ഞങ്ങൾ പോകുമ്പോൾ, ശലോമോനെ നീ ഞങ്ങളോട് വരണ്ട കേട്ടോ, ഞങ്ങൾ പോകുമ്പോൾ നീ ഞങ്ങൾ അവിടെ ആരാധിച്ചോളാം, നീ യെരൂശലേം ദേവാലയത്തിൽ പൊക്കോ എന്നും പറഞ്ഞൊക്കെ ആദ്യം കൂടുന്നത് കേട്ടോ. കുറച്ച് കഴിയുന്ന ഉടനെ പറയുമേ, ഞങ്ങളുടെ കൂടെ വരുന്ന പെണ്ണുങ്ങളൊക്കെ ചോദിക്കും, നിന്റെ ഭർത്താവ് എന്ത് ചെയ്യും? ഞങ്ങളുടെ ഭർത്താക്കന്മാരൊക്കെ വരുന്നുണ്ടല്ലോ, നിന്റെ ഭർത്താക്കന്മാർ, നീ എന്ന് വെറുതെ നിങ്ങൾ ചുമ്മാ അവിടെ വരെ വന്നാൽ മതിയെന്ന്, അതിനകത്ത് കയറണ്ടെന്ന്, അവിടെ ഇരിക്കുന്ന ദൈവത്തെ അവിടുത്തെ നമസ്കരിക്കോ തൊഴുകൊന്നും വേണ്ടെന്ന്, അതിന്റെ വെളിയിൽ നിന്നാ മതി, ഞങ്ങൾ പോയിച്ചു വരട്ടെ. ക്രമേണ എന്ത് ചെയ്തു? നിങ്ങൾക്കറിയാമോ? എന്ന് വായിച്ചു നോക്കിയേ, അതിന്റെ 7-8 വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ദൈവത്തിന് സ്തോത്രം. അന്ന് ശലോമോൻ യെരൂശലേമിനെതിരെയുള്ള മലയിൽ മോവാബ്യരുടെയും മ്ലേച്ഛ വിഗ്രഹമായ കേമോസിനും അമോന്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ മോലേക്കിനും ഓരോ പൂജാഗിരി പണിതു തങ്ങളുടെ ദേവന്മാർക്ക് രൂപം കാട്ടി ബലി കഴിച്ചും പോന്ന അന്യജാതിക്കാർത്തികളായ സകല ഭാര്യമാർക്കും വേണ്ടി അവൻ അങ്ങനെ ചെയ്തു. കണ്ടോ, പതിയെ കാര്യങ്ങളുടെ പോക്ക് പോയത് കണ്ടോ. പതിയെ കാര്യങ്ങളുടെ പോക്ക് പോയത് കണ്ടോ. എവിടെ വരെ ചെന്നു? നിനക്ക് നിന്റെ മതം, എനിക്ക് എൻ്റെ മതം, നിനക്ക് നിന്റെ ദൈവം, എനിക്ക് എൻ്റെ ദൈവം, പക്ഷെ നമുക്ക് ഒന്നിച്ച് ജീവിക്കാം എന്നും പറഞ്ഞ കാര്യങ്ങൾ തുടങ്ങുന്നത് ഇന്നും തുടങ്ങുന്ന അങ്ങനെ തന്നെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അല്ലേ. എല്ലാവർക്കും. പക്ഷെ ഇന്നും ചില പലയിടത്ത് സംഭവിക്കുന്നൊക്കെ അങ്ങനെയാണല്ലേ. ഇന്നും നടക്കുന്ന അങ്ങനെ തന്നെയല്ലേ. ഈ സൗദോമിലെ പോലെ തന്നെയല്ലേ നടക്കുന്നത്. എല്ലാം കഴിഞ്ഞ് ഒന്നിച്ച് താമസിച്ച് ഉദരത്തിലൊരു കുട്ടിയായി കഴിയുന്നവരെ പറയുന്ന കാര്യം എന്നാ, നീ മതം മാറിയൊക്കത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ വീട്ടിലോട്ട് ഞങ്ങളെ കേട്ടത്തില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അല്ലേ. ഇങ്ങനെയുള്ള സംഭവങ്ങൾ തന്നെയല്ലേ നോഹയുടെ കാലത്തും ലോത്തിന്റെ കാലത്തും നടന്നുകൊണ്ടിരുന്നതൊക്കെ. ലിവിങ് ടുഗദർ, വിവാഹം കഴിക്കുന്നില്ല, വിവാഹം കുടുംബമൊന്നും വേണ്ട, ലിവിങ് ടുഗദർ. ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുപോകാം, പ്രശ്നം തീർക്കാം. ദൈവത്തിന് സ്തോത്രം. കല്യാണം വേണ്ട. എന്തുകൊണ്ട് കല്യാണം വേണ്ട? ചെറുപ്പക്കാർക്ക് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരുണ്ടെന്ന്. കല്യാണം കൂടാതല്ല അവർ കഴിക്കുന്നത്. കല്യാണം കഴിച്ചിട്ടില്ലെന്നേ ഉള്ളൂ, 4 പേരെ അറിഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ, പള്ളി വിളിച്ചു ചൊല്ലിയിട്ടില്ലെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ രജിസ്റ്റർ ഓഫീസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. കല്യാണം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തിരുനാമം മഹത്വപ്പെട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ റോമാലേഖനം വായിച്ചാലേ അതിനകത്ത് പ്രത്യേകമായിട്ട് കാര്യങ്ങളെ പറഞ്ഞിട്ടുണ്ട്. 1-ാം അധ്യായം 21, 22 വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കി. റോമാലേഖനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി.
ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. ദൈവത്തിന്റെ തേജസ്സിനെ, അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. അതല്ല ഇന്നും നടക്കുന്നത്. ഗ്രഹാരാധനയുടെ കാര്യങ്ങളല്ല ഇന്നും നടക്കുന്നത്. നമ്മൾ പണ്ടൊക്കെ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്നത് വലിയ കാര്യമായിട്ടാണ്. വിദ്യാഭ്യാസം വലിയ ഇന്ന് വിദ്യാഭ്യാസവും വലിയ ഗ്രാജുവേറ്റ് ആയിട്ടും വലിയ അല്ല പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടും ഇല്ല വലിയ പഠിത്തമുള്ള ആൾക്കാരാണ് ഇന്ന് പ്രവൃത്തി ചെയ്യുന്നത്. അല്ലാതെ ഈ താഴ്ന്ന ആൾക്കാരാണ് മുന്നിട്ട് നിൽക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ചില നമ്മളതേ കുറിച്ച് പറഞ്ഞാൽ ചില പഠിത്തവും വിവരം ഒന്നുമില്ലാത്ത ചില ആൾക്കാരുടെ അടുത്ത് പോയിട്ട് കുമ്പിട്ട് നിൽക്കുന്നത് ഈ വിദ്യാഭ്യാസവും പഠിത്തമുള്ളവരാ. IAS IPS അങ്ങനെയുള്ള ആൾക്കാരാണ്. നിങ്ങൾക്കറിയാമോ, അലക്സാണ്ടർ ജേക്കബ് എന്ന് പറഞ്ഞ ഒരു IPS കാരനുണ്ട്. ദൈവത്തിന് നിങ്ങൾ കേട്ട് കാണും അല്ലേ? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിന്റെ പരിണിത ഫലമായിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ താഴെ അവിടെ രേഖപ്പെടുത്തി 24, 27 വായിക്കും. നിങ്ങളത് വായിക്കണ്ട. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അല്ലേ? അതിന്റെ 26ാമത്തെ വാക്യങ്ങളൊക്കെ അതിന്റെ പരിണിത ഫലമായിട്ട് ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത് അല്ലേ? റോമാലേഖൻ ആ അധ്യായങ്ങൾ വരെ പ്രത്യേകം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളുണ്ട് അല്ലെ? വിവാഹം വേണ്ട, ഒന്നിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഇന്നും ലോകത്ത് നടക്കുന്ന അങ്ങനെയല്ലേ? ലോത്തിന്റെ കാലത്തും നോഹയുടെ കാലത്തും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു ഈ കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 37-ാം വാക്യത്തിൽ പറഞ്ഞ നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. ദൈവത്തിന് സ്തോത്രം. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. ദൈവത്തിന് സ്തോത്രം. അതിനോട് ചേർന്ന് ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 27 വാക്യം 27 നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും വന്നവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. നോഹയുടെ കാലത്ത് സംഭവിച്ച പോലെ മനുഷ്യപുത്രന്റെ നാളിലും ലോത്തിന്റെ കാലത്ത് സംഭവിച്ച പോലെ തന്നെ അവർ തിന്നും കുടിച്ചും വിറ്റും നട്ടും പണിതു പോന്നു. അതെ, നോഹയുടെ കാലത്ത് സംഭവിച്ച പോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. നോഹ പെട്ടകത്തിൽ കിടന്ന നാൾ വരെ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. പ്രളയം വന്നു, അവരെല്ലാവരും നീക്കിക്കളഞ്ഞു, മുടിച്ചളഞ്ഞു. ലോത്തിന്റെ കാലത്ത് സംഭവിച്ച പോലെയും തന്നെ അവർ തിന്നും കുടിച്ചും വിറ്റും നട്ടും പണിതും പോന്നു. എന്നാൽ ലോകത്ത് സ്വതം വിട്ട നാളിൽ പോട്ടെ, നമുക്ക് അതെല്ലാം വായിക്കേണ്ട കാര്യം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അല്ലേ? ആ ലോകത്തിന്റെ കാലവും നോഹയുടെ കാലവും ഒരുപോലെ ആയിരുന്നു, ഒന്നുപോലെ തന്നെയായിരുന്നു. അതാണ് ലോകം. ഈ ലോകത്തെ ആ ലോകത്തെ ന്യായം വിധിക്കേണ്ടതിന് കാരണമായിട്ട് തീർന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ലോകത്തിന്റെ കാലത്ത് സംഭവിച്ചത് എന്താണെന്ന് യെഹെസ്കേൽ പ്രവചനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിന്റെ 16-ാം അധ്യായം 49-ാം വാക്യത്തിൽ ഒന്ന് വായിച്ചു നോക്ക്. ലോകത്തിന്റെ കാലത്ത് സംഭവിച്ചത് എന്താണെന്നുള്ളത്. യെഹെസ്കേൽ പ്രവചനം 16-ാം അധ്യായം അതിന്റെ 49-ാമത്തെ വാക്യം. സോദോമിന്റെ അകൃത്യം, നിന്റെ സഹോദരിയായ സോദോമിന്റെ അകൃത്യമോ ഗർവവും തീൻപുളിപ്പും നിർഭയസൗര്യവും അവൾക്കും അവളുടെ പുത്രിമാർക്കും ഉണ്ടായിരുന്നു. എളിയവനെയും ദരിദ്രനെയും അവൾ സഹായിച്ചതുമില്ല. സോദോമിന്റെ അകൃത്യം ഗർവം, തീൻപുളപ്പ് അല്ലേ? ആവശ്യത്തിൽ കൂടുതലുള്ള ആഹാരം കഴിപ്പ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നല്ലേ? കൂടുതൽ ചാപ്പാട് ആൾക്കാർ കഴിഞ്ഞാല് ചില സോക്കേടൊക്കെ ഉണ്ടാകും അല്ലേ? പിന്നെ നിർഭയസൂര്യ, ആരാരെ പേടിക്കാനാ കാലത്ത്? 10-18 വയസ്സ് കഴിഞ്ഞാൽ 18 വയസ്സ് കഴിയുന്നോണ്ടെന്ന് പെൺപിള്ളേർ നോക്കിയിരിക്കുക അല്ലേ? നമ്മൾ ഈ സമയത്ത് ഈ സോഷ്യൽ മീഡിയ അല്ല ന്യൂസൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അല്ലേ? ഈ മധ്യപ്രദേശുകാരി ഒരു പെങ്കൊച്ച് കാണിച്ച ഒരു കാര്യം അല്ലേ? കേരളത്തിലെ മന്ത്രിമാരും കേരളത്തിലെ പ്രമുഖന്മാരും ഒക്കെ കൂടിയാണ് അതിന് കൂട്ടുന്നത്. ഇപ്പൊ 18 വയസ്സായില്ലെന്നും വല്ല 17 വയസ്സ് 16 വയസ്സ് കഴിഞ്ഞതേ ഉള്ളെന്നും പറഞ്ഞ കേസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. തീൻപുളപ്പ്, ഗർവം, ആരാരെ പേടിക്കാന് അല്ലേ? സ്വൈരവിഹാരം, വീട് വിട്ടിറങ്ങി പോവുക അല്ലേ? പിന്നെ എളിയവനെയും ദരിദ്രനെയും സഹായിച്ചില്ല അല്ലേ? പാവപ്പെട്ടവരുടെ മേൽ യാതൊരു കരുണയതയെ തോന്നില്ല അല്ലേ? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതാണ് ലോത്തിന്റെ കാലത്ത് സോദോമില്
സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. നോഹയുടെ കാലത്ത് ദൈവം നോഹയ്ക്ക് ഒരു സങ്കേതം ഒരുക്കിയിരുന്നു അല്ലേ, ഒരുക്കിയിരുന്നു അല്ലേ. നോഹയുടെ തലമുറയിൽ നോഹ നീതിമാനായ ദൈവത്തിന് സ്തോത്രം. നോഹയ്ക്ക് ദൈവം ഒരു രക്ഷാകവചം ഒരുക്കിയിരുന്നു. ലോത്തിന്റെ കാലത്ത് ലോകത്തിന് ഒരു രക്ഷാ സാഹചര്യം ഒരുക്കിയിരുന്നു സോവർ പട്ടണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നീതിമാനായ ലോത്ത് എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഒരിക്കലും ലോത്തിനെ കുറ്റം വിധിക്കുന്നില്ല, കാരണം ലോത്ത് ഒരിക്കലും അങ്ങനെ ഒരു പാപം ചെയ്തിട്ടില്ല. ലോത്ത് വലഞ്ഞു പോയി. അവിടെ ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളണം. കർത്താവ് നമ്മൾ വായിച്ച ഭാഗത്ത് പ്രത്യേകം ശ്രദ്ധിച്ചോ, ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുക. ലോത്തിനെ ഓർക്കാൻ പറഞ്ഞില്ല, ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുക. അവൾ മുഖാന്തരമാണ് കുടുംബത്തിന് അങ്ങനെ സംഭവിച്ചത്. ദൈവത്തിന് ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുക. ലോത്തിന്റെ ഭാര്യ മുഖാന്തരമാണ് അക്കാര്യങ്ങൾ സംഭവിച്ചത്. ദൈവത്തിന് സ്തോത്രം. നല്ല പ്രദേശങ്ങളെ നോക്കി, നല്ല മനുഷ്യരെ നോക്കി, നല്ല ആൺപിള്ളാരെ നോക്കി നമ്മുടെ പെൺപിള്ളാരെ കെട്ടിക്കാന്നും പറഞ്ഞു പോയത് അങ്ങോട്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നല്ലേ. ലോകത്തിന് ഒരു സങ്കേതം ഒരുക്കി അല്ലേ, നോഹയ്ക്ക് സങ്കേതം ഒരുക്കി. ദൈവമക്കൾക്ക് ദൈവം ഒരു സങ്കേതം ഒരുക്കിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അല്ലേ. എന്തെല്ലാം സംഭവിച്ചാലും ദൈവമക്കൾക്ക് ദൈവം ഒരു സങ്കേതം ഒരുക്കിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പഴയ നോഹയോട് യോശുവയോട് പറയുമ്പോൾ രാജ്യം ഭാഗിച്ചു കൊടുക്കുന്ന ഒരു സങ്കേത നഗരം ഒരുക്കി കൊടുക്കണമെന്ന് പറഞ്ഞതുപോലെ ദൈവം നമുക്കൊരു സങ്കേതം ഒരുക്കി. ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും എന്തെല്ലാം സംഭവിച്ചുകൊണ്ടിരുന്നാലും ഇനി സംഭവിക്കാൻ പോകുന്നതിലും ദൈവം നമുക്ക് അതിൽ നിന്നൊക്കെയും വിടുതൽ തരും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നല്ലേ. നീതിമാനായ ലോത്ത്, ദൈവത്തിന് സ്തോത്രം, അവർക്കൊരു സങ്കേതം ഒരുക്കി അല്ലെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അല്ലെ. അതാണ് ആ സങ്കേതം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അല്ലെ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരുന്ന ഒരു ദിവസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അന്ന് മരിച്ചവരും അന്ന് ജീവനോടെ ഇരിക്കുന്ന ഒരുപോലെ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവനോട് കൂടെ ആയിരിക്കുന്ന ഒരു ദിവസമുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തിരുനാമം മഹത്വപ്പെട്ട് അല്ലെ. 2 പത്രോസ് 2-ാം വാക്യത്തിൽ അത് പ്രത്യേകം ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ലോകത്തിന്റെ അല്ലെ തിരുനാമം മഹത്വപ്പെട്ട ഒരു പ്രത്യേക കാര്യം വസിച്ചിരിക്കുമ്പോൾ നാൾത്തോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തിയാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തി കാര്യങ്ങളൊന്നും ഇടപെട്ടിട്ടില്ല കേട്ടോ. മനഃപൂർവ്വമായിട്ട് ഇടപെട്ടിട്ടില്ല. നമ്മൾ വായിക്കുമ്പോൾ പ്രത്യേകം നമുക്ക് മനസ്സിലാക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നേ. ഒരു പ്രത്യേക കാര്യം നമുക്ക് എടുത്ത് പറയാനുണ്ട്. 2 പത്രോസ് 3-ാം അധ്യായം 20-21 വാക്യങ്ങൾ വായിക്കാം. 2 പത്രോസ് 3-ന്റെ 20-21 ഇല്ലല്ലോ. 18 വരെ ഉള്ളൂ. അല്ല, 1 പത്രോസ് ആണോ? 1 പത്രോസ് 3. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിന് ഒരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുവായിട്ടല്ല, ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയായിട്ടത്രേ. സ്നാനത്തിന് ഒരു മുൻകുറി. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 7 പേര് രക്ഷ പ്രാപിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്തു അല്ലെ. നോഹ കൂടാതെ. ദൈവത്തിന് സ്തോത്രം. ഇത് സ്നാനത്തിന് ഒരു മുൻകുറി. നോഹയുടെ സ്നാനപ്പെട്ടെ നോഹ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തെ വെള്ളത്തിൽ ഇറങ്ങി സ്നാനപ്പെട്ടു. ഒരു ബോട്ട്, ഒരു പെട്ടകം, അതിലായിരുന്നു നോഹ. അത് വെള്ളത്തിന്റെ മുക്കാൽ വരെ ലോഡ് ചെയ്ത അല്ലെങ്കിൽ ഭാരങ്ങൾ കയറ്റിയ ഒരു വള്ളം അതിന്റെ മുക്കാൽ ഭാഗത്തോളം വെള്ളത്തിൽ മുങ്ങി നിൽക്കുക. മുകളിൽ കൂടെ മഴ, വെള്ളത്തിനകത്ത് ഈ 7 കുടുംബം. വെള്ളത്തിനകത്ത് 7 കുടുംബം അനേക ദിവസങ്ങളില്. ദൈവത്തിന് സ്തോത്രം. ഇത് സ്നാനത്തിന് ഒരു മുൻകൂർ. ലോകത്തിൽ ആദ്യമായിട്ട് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സ്നാനം നടത്തിയിരിക്കുന്നത് നോഹയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നോഹല്ലേ സ്നാനത്തിന് ബദലായിട്ട് അതുപോലെ ഉദാഹരണമായിട്ട് പല കാര്യങ്ങളും വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ മക്കള് ചെങ്കടല് കടന്നപ്പോൾ ആകാശം പൊഴിഞ്ഞു എന്നാണ് കേട്ടതല്ലേ. ഇന്നലെ സംഗീതത്തിൽ വായിച്ചിരിക്കുന്ന ആകാശം പൊഴിഞ്ഞു എന്ന് പറഞ്ഞാൽ 2 വശത്തും വെള്ളം. ഏതാണ്ട് 60 അടിയോളം അവർക്ക് മുകളിൽ വെള്ളം. ആകാശം പൊഴിഞ്ഞ് അവർ വെള്ളത്തിലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. വെള്ളത്തിൽ കൂടി അവർ രക്ഷപ്പെട്ടു, കര കടന്നു.
ദൈവത്തിന് അക്കരെ കടന്നു കഴിഞ്ഞപ്പോൾ അവര് വിജയത്തിന്റെ കാര്യത്തില് അവര് സങ്കീർത്തന ഒരു പാട്ടുപാടി, ഫറവോന് ഞങ്ങൾ ഇനി അടിമയല്ല, അല്ലെ, പരമസിയോനിൽ ഞങ്ങൾ അന്യരല്ല, ജയം ഹല്ലേലൂയ. ദൈവത്തിന് ജയത്തിന്റെ പാട്ടുകൾ അവർ പാടി. ദൈവത്തിന് സ്നാനം എന്ന് പറയുന്ന കൊച്ചു കാര്യമൊന്നുമല്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ വെള്ളത്തിന് ഒരു പ്രത്യേകതയിൽ അറിയാമോ? കൊച്ചുങ്ങളെ മാമോദിസ മുക്കി കഴിച്ചിട്ടുണ്ട്. മാമോദിസ തൊട്ടി കൊണ്ട് മുക്കി കഴിഞ്ഞിട്ട് എന്റെ കയ്യിലും കാലയിലൊക്കെ ഏണ്ടൊക്കെ തൈലം എന്നും പറയേണ്ട വെളിച്ചെണ്ണയോ കടുകെണ്ണ ഏണ്ടൊക്കെ പുരട്ടി വിട്ട് കഴിച്ചിട്ട് അവർ ഭയങ്കര ഇതായിട്ട് അത് പറയുന്നത്. ഞാൻ ഇവിടെ ഒരു പ്രസംഗം കേട്ടു കേട്ടോ, ഈ എന്ത് ഭയങ്കരം അത് കേട്ടാല് ആ വെള്ളം മനുഷ്യൻ ചവിട്ടുന്ന സ്ഥലത്ത് ഒഴിക്കാൻ പറ്റത്തില്ല. വെള്ളം അത്ര പരിശുദ്ധമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. ആ വെള്ളത്തിന്റെ മഹത്വം പറഞ്ഞു കേട്ടപ്പോ ഞാൻ അയ്യോ, വെള്ളത്തിന് ഇത്രമാത്രം മഹത്വമോ ഇത്, വീണ്ടും ജനിപ്പിക്കാൻ ആ വെള്ളത്തിന്റെ ശക്തിയൊക്കെ അങ്ങോട്ട് പറയുന്നത് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അങ്ങനെയല്ല, ദൈവത്തിന് സ്തോത്രം, അതൊക്കെ വെറും മിഥ്യയാണ്, അല്ലെ. നോഹ 120 വർഷത്തോളം സുവിശേഷം പ്രസംഗിച്ചു എന്നാണ് ഓരോരുത്തർ പ്രസംഗിച്ചു. എനിക്കറിയാൻ വയ്യ എത്ര വർഷം, 120 വർഷം കാണുന്നില്ല എങ്കിൽ നോഹ അനേക വർഷം സുവിശേഷം പ്രസംഗിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്തു. സുവിശേഷം പ്രസംഗിച്ചാൽ സ്നാനപ്പെടാതെ സുവിശേഷം പ്രസംഗിക്കാൻ കേട്ടോ. സ്നാനപ്പെട്ട് സുവിശേഷം പ്രസംഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. യോന അങ്ങനെയായിരുന്നു, സുവിശേഷം പ്രസംഗിച്ച് ആദ്യം സ്നാനപ്പെടുക, പിന്നെ സുവിശേഷം പ്രസംഗിച്ചു. ദൈവത്തിന് 120 വർഷത്തോളം സുവിശേഷം പ്രസംഗിച്ചു. ദൈവത്തിന്റെ റെഫറൻസ് ബൈബിളിലെങ്ങും ഇല്ല, എങ്കിലും അതങ്ങനെ പ്രസംഗിക്കും, അല്ലെ. നോഹയെ കുറിച്ച്, നോഹയുടെ പെട്ടകം വെള്ളത്തിലായിരുന്നു, മുകളിൽ വെള്ളത്തിന് ഉള്ളിലായിരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, അല്ലെ. നോഹയെ കുറിച്ച് ദുഷിച്ച ചുറ്റുപാടിലും നോഹ ദൈവത്തോട് കൂടെ നടന്നു, അല്ലെ. നാട് ഓടുമ്പോൾ നടുവേ ഓടണമെന്നൊരു ചൊല്ലുണ്ടല്ലേ, അല്ലെ. പറയും നമ്മുടെ പള്ളിയിൽ നിന്നൊക്കെ അവിടുന്ന് സമൂഹത്തിൽ നിന്ന് വിട്ടുപോയ എന്തൊരു നാണക്കേടാ. അവര് നമ്മളെ എന്തിനെ കളിയാക്കും. നമ്മൾ അവരുടെ കൂടെ അല്ലേ ഇത്രയും നാൾ നടന്നത്. പ്രത്യേകിച്ച് ഈ പള്ളിക്കാരൊക്കെ നമ്മൾ ചെല്ലുന്ന സമയമുണ്ടെന്ന്, നമ്മുടെ അപ്പന്മാരെ, നിങ്ങളുടെ പിതാക്കന്മാരെ ഓർക്കണം കേട്ടോ. പിതാക്കന്മാരുടെ വഴിയെ പോകണമെന്ന് നമ്മൾ പ്രത്യേകം പറയും. അവര് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ പിതാക്കന്മാരെ പറഞ്ഞുകൊണ്ട് അവർ നമ്മുടെ അടുത്ത് വരുന്നേ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. നമ്മുടെ പിതാക്കന്മാരുടെ കാര്യത്തെക്കുറിച്ചല്ല ദൈവജനം പറയുന്നത്. ദൈവത്തെ വിശ്വസിക്കാൻ ദൂഷിച്ച ചുറ്റുപാടിലും നോഹ ദൈവത്തോട് കൂടെ നടന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ചേര തിന്നുമ്പോൾ നാട്ടിച്ചത് ആ ചേരയുടെ നടുമുറി തിന്നണമെന്ന് പറയുന്ന പോലല്ല നോഹ ചെയ്തത്. ദൈവത്തിൽ ദൈവത്തോട് കൂടെ നടന്നു. പെട്ടകം ഉണ്ടാക്കാൻ ദൈവം പറഞ്ഞ സമയത്ത് പൂർണ്ണമായി അനുസരിച്ചു. ഇതിനു മുൻപ് നോഹ മഴയോ വെള്ളപ്പൊക്കം ഒന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. ചരിത്രത്തിൽ അങ്ങനെ, അന്നക്കാലത്തെ ചരിത്രത്തിൽ അങ്ങനെ റെക്കോർഡില്ല. എന്നാലും നോഹ അല്ലെ, വിശ്വാസത്താൽ നോഹ ഒരു പെട്ടകം പണിത് തന്റെ കുടുംബാനെയും തന്റെ കുടുംബത്തെയും രക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാണാത്ത കാര്യങ്ങളെ കുറിച്ച് നോഹ വിശ്വസിച്ചു. വിശ്വാസം എന്നത് കാണാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള പ്രത്യാശയാണ്. എബ്രായ ലേഖനം 1:11 നമ്മൾ വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, അല്ലെ. നോഹ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട മനുഷ്യനായിരുന്നു. വിശ്വാസത്താൽ കുടുംബത്തെ പ്രളയത്തിൽ നിന്ന് രക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കുടുംബത്തെ രക്ഷിക്കാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, അല്ലെ. നമ്മൾ വായിക്കുന്ന സമയത്ത് പൗലോസും ശീലാസും ജയിലിൽ കിടന്ന് ഇറങ്ങപ്പെടും. നീയും നിന്റെ കുടുംബവും സ്ഥാനപ്പെടുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും, അല്ലെ. അപ്പോസ്തല പ്രവർത്തനം അങ്ങനെ വാക്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വരാൻ പോകുന്ന ദൈവപ്രവൃത്തിയെ കുറിച്ച് നോഹ പ്രസംഗിച്ചു. ഇന്നത്തെ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ തന്നെ വരാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ച് നോഹ പ്രസംഗിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ ആദ്യമായിട്ട് യാഗപീഠം പണിതത് നോഹയാണ്. എഴുതപ്പെട്ട റെക്കോർഡ്. മുൻപ് യാഗപീഠം പണിത്, അല്ലെ, കൈൻ ആരാധിച്ചിട്ടുണ്ട്, മറ്റേ ആരാധനയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും യാഗപീഠം പണിതത് നോഹയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു നിത്യ നിയമം നോഹ കണ്ടു. ആകാശത്തൊരു മഴവില്ല, അതിനു മുൻപൊരു മഴവില്ല ഉണ്ടായിട്ടേ ഇല്ല. ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഞാൻ ഏറ്റവും വലിയ മഴവില്ല് കണ്ടത് ഞാൻ കാണ്ടായി പോയ സമയത്ത് 2 മഴവില്ല് ഒരുപോലെ, വളരെ മനോഹരം. ഞങ്ങള് അന്ന് ആ സമയം ഇത്രയും ഇല്ലേ, മക്കളുടെ മോൻ ഇറങ്ങി, ഞങ്ങള് കാറ് സൈഡ് നിർത്തി അതിന്റെ പിക്ചറൊക്കെ എടുത്തായിരുന്നു. 2 മഴവില്ല് ഒരുപോലെ, അല്ലെ. അതിമനോഹരമായ കാഴ്ച ആകാശത്ത് കണ്ടു. എന്റെ 8-ാം അധ്യായം 1-ാം വായിക്കുന്ന ദൈവം നോഹേ
ഓർത്തു. പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. അതെ, നോഹ എല്ലാത്തിനും ദൈവം, ഈ ദൈവം ഓർക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് കേട്ടോ. ദൈവം മറന്നു പോകുന്ന, ദൈവത്തിന് മറവിയുണ്ടെന്നല്ല എൻ്റെ അർത്ഥം. ദൈവം നോഹയെ ഓർത്തു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അല്ലേ. ഇന്നത്തെ കാലവും ആ ലോത്തിന്റെ കാലവും നോഹയുടെ കാലവും ലോത്തിന്റെ കാലവും ഇന്നത്തെ കാലവും ഒരുപോലെയുള്ള കാലങ്ങളാണ് പാരലായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ലോക സംഭവങ്ങളൊക്കെ നമ്മളെ അതാണ് കാണിക്കുന്നത്. ദൈവത്തിന് എങ്കിലും നമുക്കൊരു സങ്കേത നഗരമുണ്ട്, നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തീർച്ചയായിട്ടും വരും. അവൻ നമ്മെ ചേർത്തുകൊള്ളും. ദൈവനാമം മഹത്വപ്പെട്ട് ദൈവമായ കർത്താവ് നിങ്ങളെ ധന്യമായി അനുഗ്രഹിക്കും.